മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ചും അവയുടെ ഫെഡറേഷനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണെന്നും അവയുടെ ധർമ്മങ്ങൾ എന്താണെന്നും ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കറ്റ് ഫെഡറേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനെ കുറിച്ചാണ്. മാർക്കറ്റ് ഫെഡ് എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനെ കുറിച്ചാണ്. ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് അപ്പെക്സ് ബോഡിയായി നിലകൊള്ളുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് ഈ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസിൻ്റെ ഒക്കെ അപ്പെക്സ് ബോഡി ആയിട്ട് നിലകൊള്ളുന്നത്. അത് സ്റ്റേറ്റ് ലെവലിൽ ഒരു അപ്പെക്സ് ബോഡി ആവശ്യമാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്. അതുവഴി അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു അപ്പെക്സ് സൊസൈറ്റി ആയിട്ടാണ് മാർക്കറ്റ് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. ഇത് ഇന്ത്യയിൽ കേരളത്തിൽ ആരംഭിച്ചത് 1960-ലാണ്. 1960-ലാണ് ഇത് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അന്ന് കാലിക്കറ്റിലായിരുന്നു. പിന്നീട് അത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റിംഗ് ഫെഡറേഷനൊക്കെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റയർ സ്റ്റേറ്റാണ്. നമ്മുടെ സംസ്ഥാനം മൊത്തം അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് നമ്മുടെ സംസ്ഥാനം മൊത്തത്തിലാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവയുടെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഷെയർ ക്യാപിറ്റലിൽ എത്രയാണോ ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ലാബിലിറ്റി മാത്രമേ ഓരോരുത്തർക്കും ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് റീജിയണൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഡിസ്ട്രിക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റികൾക്കും പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്കുമാണ്. ഇതിൽ അത്തരത്തിലുള്ള പ്രൈമറി സൊസൈറ്റീസിലും ഡിസ്ട്രിക്റ്റോ റീജിയണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിനോ അതിൽ മെമ്പർ ആവാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് എലിജിബിൾ ഫോർ മെമ്പർഷിപ്പ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഒബ്ജക്ട്സ്. ഇതിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? To arrange for the purchase, marketing, sale of agriculture products. അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിനും സെയിലിനും വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് തന്നെ. അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൊഡ്യൂസറിൽ നിന്ന് കളക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് പ്രൊക്യൂർമെൻറ്റ് നടത്തി മാർക്കറ്റിംഗ് ചെയ്യുക, സെയിൽ ചെയ്യുക എന്നതാണ് ഈ ഒരു ഫെഡറേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ. അതുപോലെ തന്നെ ഓണർഷിപ്പോട് കൂടി അല്ലെങ്കിൽ റെൻ്റലായിട്ടുള്ള ഗോഡൗണുകൾ പ്രൊവൈഡ് ചെയ്യുക. റെൻ്റലായിട്ടോ ഓണർഷിപ്പോട് കൂടി എടുത്തിട്ടുള്ള ഗോഡൗണുകളിൽ ഗോഡൗൺ സൗകര്യം എടുക്കുക. ഓപ്പൺ സെയിൽസ് ഡിപ്പോസ് ഉണ്ടാക്കുക, സെയിൽസ് ഡിപ്പോസ്, ബ്രാഞ്ച് ഓഫീസസ് ആരംഭിക്കുക. ഇതിനു വേണ്ടി ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പർച്ചേസും സ്റ്റോറേജിനും വേണ്ടിയിട്ട് തന്നെ. ഈ രീതിയിലുള്ള പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് സെയിൽസ് ഇതിനു വേണ്ടി തന്നെയുള്ള ഗോഡൗണുകൾ ഒരിക്കലും സെയിൽസ് ഡിപ്പോസ് ആരംഭിക്കലും ബ്രാഞ്ച് ഓഫീസസ് ആരംഭിക്കലും ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യങ്ങൾപ്പെട്ടതാണ്. To purchase and distribute fertilizers, seeds, insecticides ഇങ്ങനെയുള്ള അഗ്രികൾച്ചർ ഇൻപുട്സ് വേണ്ട സാധനങ്ങളൊക്കെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഈ ഒരു മാർക്കറ്റ് ഫെഡറേഷൻ്റെ ചുമതലയിൽ പെട്ടതാണ്. മാർക്കറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അവ സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്നതിന് പുറമെ ഈ ഉൽപ്പാദകർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ആവശ്യമായിട്ടുള്ള വിത്തും വളവും വരെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതേപോലെ തന്നെ പ്രോസസ്സിങ് യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട്. സാധ്യമാകുന്ന വിധത്തിലുള്ള പ്രോസസ്സിങ് യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട്.
പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിങ്, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 P's ഒരു എമ്മും ആണ് ഒരു മൊത്തമായിട്ട് ചെയ്യുന്ന ഫെഡറേഷൻ്റെ മൊത്തം ധർമ്മത്തിൽ വരുന്നത്. അതിൻ്റെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ വരുന്നതാണ് സ്റ്റോറേജ്, അതുപോലെ തന്നെ മറ്റുള്ള പാക്കിങ്, സ്റ്റാൻഡേർഡൈസേഷൻ, ഗ്രേഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങളൊക്കെ. ടു അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് ആൻഡ് പ്രൊവൈഡ് മാർക്കറ്റ് ഇൻ്റലിജൻസ്. മാർക്കറ്റ് റിസർച്ച് രംഗത്ത് ഈ സൊസൈറ്റിയുടെ ഫെഡറേഷൻ എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ടു അണ്ടർടേക്ക് ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ്. ഇൻ്റർസ്റ്റേറ്റ് ട്രേഡിൽ ഏർപ്പെടുന്ന സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, മറ്റ് രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യുക, വിപണി കണ്ടെത്തി അവിടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസും ഫാം റിക്വയർമെൻറ്റ്സും കൺസ്യൂമർ ഗുഡ്സും ഒക്കെ എന്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫെഡറേഷനാണ് മാർക്കറ്റ് ഫെഡറേഷൻ. The next, to raise fund by loans and grants from the government, KCB and SBI. ഇത് ഗവൺമെൻറ്റിൽ നിന്നുള്ള ലോണ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോണ്, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊക്കെ ലോണുകൾ, വായ്പകൾ സ്വരൂപിച്ചിട്ടാണ് ഇവയുടെ പ്രവർത്തനം. ടു എൻകറേജ് സെൽഫ് ഹെൽപ്പ്, ത്രിഫ്റ്റ് ആൻഡ് കോപ്പറേഷൻ. സെൽഫ് ഹെൽപ്പും ത്രിഫ്റ്റും കോപ്പറേഷനും ഇവയുടെ ധർമ്മത്തിൽ വരുന്നതാണ്. സെൽഫ് ഹെൽപ്പ് പരസ്പര സഹായം, ത്രിഫ്റ്റ് സേവിങ് ഉണ്ടാക്കിയെടുക്കുക, സേവിങ് വളർച്ച ഉണ്ടാക്കിയെടുക്കുക, കോപ്പറേഷൻ പരസ്പര സഹകരണം. ഇത് പ്രോത്സാഹിപ്പിക്കുന്ന വിധമുള്ള പ്രവർത്തനമാണ് മാർക്കറ്റ് ഫെഡറേഷൻ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് എങ്ങനെ നോക്കാം. അപ്പോൾ ഇത്രയും പ്രൊക്യൂർമെൻറ്റും പ്രോസസ്സിങ്ങും പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഫെഡറേഷൻ അത് മാനേജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കണം. അവയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് മാനേജ്മെൻറ്റ്. അവരുടെ തന്നെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി 22 മെമ്പേഴ്സുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. 22 മെമ്പേഴ്സുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. 22 മെമ്പേഴ്സുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനുണ്ട് 11 മെമ്പേഴ്സുള്ള. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൽ ഗവൺമെൻറ്റിൻ്റെ നോമിനി ഉൾപ്പെടെയുള്ള മെമ്പേഴ്സാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സിക്സ് മെമ്പേഴ്സ് എലക്റ്റഡ് ഫ്രം ദി ബോർഡിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. മാനേജിംഗ് ഡയറക്ടർ, രജിസ്ട്രാർ, പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അംഗങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അവയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ജനറൽ ബോഡിയാണ് മാനേജ്മെൻറ്റ്. ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അധികാരപ്പെടുത്തുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഗവൺമെൻറ് നോമിനി ഉൾപ്പെടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, രജിസ്ട്രാർ, മാനേജിംഗ് ഡയറക്ടർ അങ്ങനെയുള്ള ആളുകൾക്ക് പുറമെ 6 സെലക്റ്റഡ് മെമ്പേഴ്സ് ബോർഡിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ബാക്കിയുള്ള അധികാരങ്ങളും ചുമതലകളും നൽകിയിട്ടുള്ളത്. ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസാണ് ഈ ഒരു കോപ്പറേറ്റീവ് മാർക്കറ്റ് ഫെഡറേഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. മാർക്കറ്റ് ഫെഡറേഷൻ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ബൈ കോർഡിനേറ്റിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അവയുടെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തി കൊടുക്കുക, അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫെഡറേഷൻ്റെ ധർമ്മം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നുണ്ട് ലിങ്കിങ് കോപ്പറേറ്റീവ്സ് പ്രൈമറി മാർക്കറ്റ് സൊസൈറ്റീസ് വിത്ത് നാഷണൽ ഫെഡറേഷൻ. ഇവയെ നാഷണൽ ഫെഡറേഷനായിട്ട് ലിങ്ക് ചെയ്യുന്നൊരു ലിങ്കിങ് ചെയ്യുന്നൊരു ബോഡിയായിട്ടും ഈ ഒരു ഫെഡറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ലിങ്കിങ് പ്രൈമറി മാർക്കറ്റ് സൊസൈറ്റീസ് വിത്ത് നാഷണൽ ഫെഡറേഷൻ. നാഷണൽ ഫെഡറേഷൻ നാഫെഡ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നാഷണൽ ലെവലുണ്ട്. ആ നാഷണൽ ലെവൽ ഫെഡറേഷനായിട്ടുള്ള ലിങ്കിങ് സാധ്യമാക്കുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് ഫെഡറേഷനിലൂടെയാണ്. പിന്നെ അണ്ടർടേക്ക് ഓൾ കൈൻഡ്സ് ഓഫ് മാർക്കറ്റിംഗ് ബിസിനസ്. എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് ബിസിനസ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് ബിസിനസ്സും ഇത് നടത്താറുണ്ട്, ചെയ്യാറുണ്ട്. ഇനി സബ്സിഡി ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതും പ്രോസസ്സിങ്, ഗ്രേഡിംഗ്, സ്റ്റാൻഡർഡൈസിങ്, പൂളിംഗ്, പാക്കിംഗ്, procurement, distribution of agriculture requisites on state wide basis, അങ്ങനെ തുടങ്ങി എല്ലാ ആക്ടിവിറ്റീസ് ഇതിൻ്റെ സബ്സിഡി ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ നാഷണൽ ഫെഡറേഷൻ മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവലിലുള്ള മാർക്കറ്റ് ഫെഡറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടിങ് സർവീസ്. പിന്നെ മറ്റൊരു തരമാണ് കൺസൾട്ടിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മണി ക്രോപ്സ് കൃഷി ചെയ്യുന്ന ആളുകൾക്കും മറ്റ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്കും ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ഒരു ഫെഡറേഷനാണ്. പിന്നെയോ മാർക്കറ്റിംഗ് and distribution of commodities such as pepper, rubber, cardamom തുടങ്ങി അരിക്ക, നട്ട്, ജിഞ്ചർ, ക്ലോവ്സ്, കൊപ്ര, കൊക്കോ ഇങ്ങനെ തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നത് ഈ ഒരു ഫെഡറേഷനാണ്. അത് ഫെഡറേഷനിലുള്ള മെമ്പേഴ്സിന്, അത് മാർക്കറ്റിംഗ് ഫെഡറേഷനിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസുകൾക്കൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത്, വിദേശ രാജ്യങ്ങൾ വരെ എത്തിക്കുന്നത്, എക്സ്പോർട്ടിങ് വരെ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. ഈ എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ വരെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സ്പോർട്ടിന് സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ഇൻഡർസ്റ്റേറ്റ് ട്രേഡിന് വേണ്ടിയിട്ടും ആണ് ഇവയുടെ ബ്രാഞ്ചസ് ന്യൂഡൽഹിയിലും മുംബൈയിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടു പ്രൊമോട്ട് ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ ബ്രാഞ്ചസ് അവിടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? NCDC ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിനൊക്കെ വേണ്ടി ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെഡറേഷന് പ്രൊമോഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ NCDC ആണ്. ഇത് ഏക ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. IFFCOയുടെയും IFFCOയുടെയും ക്രിപ്കോയുടെയൊക്കെ ഏക ഡിസ്ട്രിബ്യൂട്ടറാണ്, ഫെർട്ടിലൈസർ ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ മാർക്കറ്റ് ഫെഡറേഷൻ. മാർക്കറ്റ് ഫെഡറേഷൻ വഴി മാത്രമാണ് ഇവരുടെ ഫെർട്ടിലൈസേഴ്സ് വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകമായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ചെയ്യുന്നത്. ഏക ഡിസ്ട്രിബ്യൂട്ടറായിക്കൊണ്ട് ഈ മാർക്കറ്റ് ഫെഡറേഷനാണ്. പിന്നെയോ
ലാർജ് സ്കെയിൽ പ്രോസസ്സിംഗ് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഇവ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, അഫിലിയേറ്റഡ് സൊസൈറ്റീസിന് സഹായകരമാകുന്ന വിധത്തിൽ ഗോഡൗൺസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാളേഷൻ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റുകളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ ഫെഡറേഷൻ സ്പൈസ് പൗഡറിങ് യൂണിറ്റ്, പാക്കിംഗ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് NCDCയുടെ സഹായത്തോടു കൂടി. അതിന് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അവയെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ലോക്കൽ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള സ്പൈസ് പൗഡറിങ് യൂണിറ്റും പാക്കിംഗ് യൂണിറ്റൊക്കെ ആരംഭിച്ചത്. ഇത് അതേപോലെ തന്നെ ഇത് ഫെഡറേഷൻ ഇംപ്ലിമെൻറ്റിംഗ് ദി ഗവൺമെൻറ് പ്രൈസ് സപ്പോർട്ട് പോളിസി, ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ട് പോളിസിയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് കൂടി ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അവയുടെ പ്രൊക്യൂർമെൻറ്റ് പ്രോഗ്രാമിലൂടെ ഈ ഗവൺമെൻറ് പ്രൈസ് സപ്പോർട്ട് പോളിസി അവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് നാഫെഡ്. എന്താണ് നാഫെഡ്? അല്ലെങ്കിൽ നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റ് ഫെഡറേഷൻ. നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷനാണ് നാഫെഡ്. അത് സ്റ്റേറ്റ് ലെവലിലുള്ള പെറ്റ്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ഒക്കെ ഒരു നാഷണൽ ലെവലിലൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നാഫെഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഓർഗനൈസേഷൻ എന്താണ്, ഈ എല്ലാ ഫെഡറേഷൻ്റെയും ഒരു അപെക്സ് ആയിട്ടുള്ള ഫെഡറേഷൻ്റെ ഒക്കെ ഒരു ഓർഗനൈസ്ഡ് ബോഡി ആയിട്ടാണ് നാഫെഡ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇത് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഫെഡറേഷൻസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ധർമ്മം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ്റെ ഒക്കെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ നാഷണൽ ഫെഡറേഷൻ്റെ ലക്ഷ്യം. റെൻഡർ അഡ്വൈസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ടെക്നിക്കൽ ഗൈഡൻസ് എന്നിവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവ അഡ്വൈസും ടെക്നിക്കൽ ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് ഇവ വർക്ക് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1958 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. പറഞ്ഞ പോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ് എന്നുള്ള ഈ അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി പ്രോഡക്റ്റിൻ്റെ ഒക്കെ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ് ഒക്കെ കൂടാതെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവയുടെ ധർമ്മം. ഇത് മറ്റൊരു പ്രൈസ് സ്റ്റെബിലൈസേഷന് കൂടി ഇവ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. നാഫെഡ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ലൈക്ക് ഓനിയൻസ്, പൊട്ടറ്റോസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻസ് ഇവ നടത്താറുണ്ട്. ഇത് സപ്ലൈ ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ആസ് എ കാനലൈസിംഗ് ഏജൻസി ഫോർ ദി എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഏജൻസിയാണ് ഈ ഒരു നാഫെഡ് എന്ന് പറയുന്നത്. അവയുടെ വെജിറ്റബിൾ പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്, കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, ഗോഡൗൺ ഉണ്ട്. ഇതൊക്കെയും ഇവ നൽകുന്ന സേവനങ്ങളാണ്. വെജിറ്റബിൾ പ്രോസസ്സിംഗ് യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ്, ഗോഡൗൺ. ഇത് കൂടാതെ ഒരു നാഷണൽ ലെവലിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്, NARDF. ആ ഫൗണ്ടേഷനും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ഈ റിസർച്ച് ഫൗണ്ടേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്റ്റുകൾക്ക്
അത് ഇൻക്രീസിങ് അവർ yield ഇൻക്രീസ് ചെയ്യിക്കാനും ക്വാളിറ്റിയും എക്സ്പോർട്സും ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നാഷണൽ ഫെഡറേഷനും മാർക്കറ്റിംഗ് ഫെഡറേഷനും സ്റ്റേറ്റ് ലെവലിലെ മാർക്കറ്റ് ഫെഡറേഷനും നാഷണൽ ലെവലിലെ നാഷണൽ ഫെഡറേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.